ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകോത്തരമാണെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തള്ളിന് ധനമന്ത്രിയുടെ ഇരുട്ടടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കിടന്നപ്പോൾ മരുന്നിനും മറ്റുമായി 1.91 ലക്ഷം രൂപ ചെലവായതിന്റെ ബിൽ ധനമന്ത്രി KN ബാലഗോപാൽ സർക്കാരിൽ സമർപ്പിച്ച് കാശ് വാങ്ങി. മെഡിക്കൽ കോളേജുകളിൽ ആവശ്യ മരുന്നുകൾ പോലും ലഭ്യമല്ലെന്ന പ്രതിപക്ഷ ആരോപണം സാധൂകരിക്കുകയാണ് ധനമന്ത്രിയുടെ മെഡിക്കൽ ബിൽ. ആരോഗ്യരംഗത്തെ പാളിച്ചകളെ കുറിച്ചുള്ള ചാനൽ ചർച്ചയിൽ മെഡിക്കൽ കോളേജിലെയും ജില്ലാ ആശുപത്രികളിലെയും കാര്യം ഡിവൈഎഫ്ഐ നേതാവായ തന്നേക്കാൾ അധികം ആർക്കറിയാമെന്ന് ഡോക്ടർ ചിന്ത ജെറോം വീമ്പിളക്കിയത് ട്രോളായിരുന്നു. മരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ കിട്ടുമെന്നായിരുന്നു ചിന്തയുടെ മറുപടി. മരുന്നുകൾക്ക് പകരം പൊതിച്ചോർ കഴിച്ചാൽ മതിയോ എന്നായി സമൂഹ മാധ്യമങ്ങളിലെ ട്രോൾ. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ മരുന്ന് മാത്രമല്ല, എക്സ്റേയും സ്കാനിങ്ങും രക്തപരിശോധനയ്ക്കുമെല്ലാം പുറത്തു നിന്ന് വേണം. മെഷീനുകൾ കേടായെന്ന് സ്ഥിരം പല്ലവി. ഡോക്ടർമാരുടെ പുറത്തുള്ള ലാബുകാരുമായുള്ള കമ്മീഷൻ ഇടപാടിന് വേണ്ടിയാണ് ആശുപത്രിയിലെ സംവിധാനങ്ങൾ സ്ഥിരം പണിമുടക്കുന്നത്. KK ശൈലജയെ ടീച്ചറമ്മയാക്കി വാഴ്ത്തിയ കാലത്ത് തുടങ്ങിയതാണ് സർക്കാർ ആശുപത്രി തള്ളുകൾ. ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ കിടന്നാൽ പിന്നെ വീണ്ടും ഒരിക്കൽ പോകേണ്ടി വരില്ലേ എന്ന് ജനം പ്രാർത്ഥിച്ചു പോകും. സ്വകാര്യ ആശുപത്രികളിലെ തിരക്കിന് കാരണവും സർക്കാർ ആശുപത്രികളിലെ ഇല്ലായ്മയും അഴിമതിയുമാണ്. മന്ത്രിയായതിൽ സ്വകാര്യ ആശുപത്രിയിൽ സർക്കാർ ചെലവിൽ പോകാൻ പറ്റുമായിരുന്നിട്ടും മെഡിക്കൽ കോളേജിൽ പോയതിന് ധനമന്ത്രിയെ അഭിനന്ദിക്കണം. സർക്കാർ ആശുപത്രികളിലെ നീചസ്ഥിതി തുറന്നു കാട്ടുന്ന മെഡിക്കൽ ബിൽ പുറത്തു വന്നല്ലോ. ചിന്താ ജെറോമിന്റെ പൊതിച്ചോർ കഴിച്ച് കുശാലായി കിടക്കാവുന്ന സ്ഥലമല്ല സർക്കാർ ആശുപത്രി. മന്ത്രി ബാലഗോപാലിന്റെ പക്കൽ 2 ലക്ഷം രൂപ റെഡി ക്യാഷായി ഉണ്ടായിരുന്നതിനാൽ ജീവനോടെ തിരിച്ചു വന്നു. 2 ലക്ഷം കയ്യിലില്ലാത്ത സാധാ സഖാക്കൾ വല്ലവരുമായിരുന്നെങ്കിൽ മോർച്ചറി വഴി തിരിച്ചു വന്നേനെ.